السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه وذرياته أجمعين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله، علانيته وسره. أهل أنت أن تحمد وأهل أنت أن تعبد، إنك على كل شيء قدير. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. സയ്യിദ് അവറുകളെ, പ്രിയപ്പെട്ട ബഹുമാന്യ പണ്ഡിത സ്നേഹിതൻ അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ് അവറുകളെ, ഈ അനുഗ്രഹീതമായ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായ സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഹൃദ്യവും പരിശുദ്ധവും പരിപാവനവുമായ ഒരു സംഗമത്തിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമ്മുടെ ഈ സദസ്സ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സമസ്ത അപരാധങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരട്ടെ. ഇന്നലകളിൽ നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ചൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ അപാരവും അപരിമയവുമായ അനുഗ്രഹത്താൽ ഈ അനുഗ്രഹീതമായ സംഗമത്തിൽ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതിനവസരം നൽകിയ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ 1000 സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, അതിന് നേതൃത്വം നൽകിയ സയ്യിദ് അവറുകൾ, കൂടെ നിന്നവർ, സാന്നിധ്യം കൊണ്ട് ഈ സംഗമത്തെ ധന്യമാക്കിയവർ എല്ലാവർക്കും അല്ലാഹു ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ നമ്മുടെ സയ്യിദ് അവറുകളുടെ അഭിവന്യ പിതാവ് ഷെയ്ഖ് തങ്ങൾ എന്ന് പറയും മഹാനായ ആ മഹാനുഭാവന്റെ ആണ്ടിനോടനുബന്ധമായിട്ടാണ് മനോഹരമായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മുമ്പൊരു വർഷം ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് വന്നിരായ സയ്യിദ് അവറുകൾ ആവശ്യപ്പെട്ടിരുന്നു. ചില കാരണങ്ങളാൽ അന്ന് വരാൻ സാധിച്ചില്ല. അതിനൊരു പ്രായശ്ചിത്തമെന്നോണം ഇന്ന് ഈ പരിപാടി ഒന്നരായി സയ്യിദ് അവറുകൾ നേരത്തെ തന്നെ ഏൽപ്പിച്ചപ്പോൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം സംഗമിക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. മഹാനരായ സയ്യിദ് അവറുകൾ, ഷെയ്ഖ് തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാൻ, അവര് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് പ്രദേശങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ, ഒരുപാട് സ്വാലിഹീങ്ങളുടെ ഹൃദയങ്ങളിൽ, ഒരുപാട് സാധാരണക്കാരുടെ ഹൃദയാന്തരാളങ്ങളിൽ വലിയ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വലിയ മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ചൗക്കി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ, കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വഴി, ഒരു കാസർഗോഡ് ടൗണിൽ നിന്നൊരു 5 കിലോമീറ്റർ അങ്ങോട്ട് മംഗലാപുരത്ത് പോകുന്ന വഴി യാത്ര ചെയ്താൽ
അവിടെ നമുക്ക് കിട്ടുന്ന പ്രദേശമാണ് ചൗക്കി എന്ന് പറയുന്നത്. ഈ ചൗക്കി എന്ന പ്രദേശത്ത് ഈ ഉള്ളവനൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ കണ്ടു തുടങ്ങിയത് ഒന്നിരായ സയ്യിദവറുകളെയാണ്. ഇവിടെ ഇരിക്കുന്ന ഒന്നിരായ സയ്യിദവറുകൾ നമ്മുടെ നാട്ടിലെ നബിദിന പരിപാടിയുമായി ബന്ധപ്പെട്ടും മറ്റു ചടങ്ങുകളിലൊക്കെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഒന്നിരായ സയ്യിദവറുകൾ. അവിടെയുള്ള ആളുകളൊക്കെ സയ്യിദവറുകളെ വലിയ തോതിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ചെറുപ്പം മുതൽ തന്നെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നബിയൊന്ന പിതാവ് എപ്പോഴും ഒന്നരായ സയ്യിദവറുകളുടെ ബാപ്പയെ പറ്റി പറയാറുണ്ട്, എപ്പോഴും അനുസ്മരിക്കും. ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ഇന്നലെ രാത്രി ഞാൻ ഒന്നരായ ബാപ്പയോട് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴും ഒരുപാട് ഒന്നരായ മഹാനായ ശൈഖുകളെ കുറിച്ച് പറയുകയുണ്ടായി. അവർ നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളുടെ ഹൃദയാന്തരാളങ്ങളിലും ചെലുത്തിയ സ്വാധീനം അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഒന്നരായ സയ്യിദവറുകളെ അവരുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി, അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി സയ്യിദവറുകളെ സമീപിച്ചിരുന്നതും, അങ്ങനെ ഒന്നരായ സയ്യിദവറുകൾ പലർക്കും വെള്ളം മന്ത്രിച്ച് ഊതിക്കൊടുത്തതും, അതുമൂലം പലർക്കും അതിലൂടെ ശിഫ ലഭിച്ചതൊക്കെ വാപ്പ ഇന്നലെ രാത്രിയും കൂടെ എന്നോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്റെ വാപ്പയുടെ നിക്കാഹിന് ഒന്നരായ സയ്യിദവറുകളെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടുപോയതും ഇന്നലെ വാപ്പ അനുസ്മരിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. മംഗലാപുരത്ത് വെച്ചാണ് എന്റെ വാപ്പയുടെ നിക്കാഹ് നടന്നതത്ര. ആ നിക്കാഹിന്റെ ചടങ്ങിലേക്ക് ഒന്നരായ സയ്യിദവറുകളെ കൊണ്ടുപോയതും അതിനുശേഷവും അതിനു മുമ്പുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വാചാലനായി എന്റെ വിയുന്ന പിതാവ്. അപ്പൊ ആ മഹാനായ ശൈഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഒന്നരായ സയ്യിദവറുകളെയാണ് എന്റെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ കണ്ടുപരിചയമുള്ളത്. നമുക്ക് ഒന്നരായ തങ്ങളുടെ അഭിവന്ന പിതാവിനെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു ആ മഹാനുഭാവന്റെ പരലോക ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെ മഖബറ തലശ്ശേരി സൈദാർ പള്ളിയിലാണ് എന്നും ഇന്നലെ വാപ്പ എന്നോട് പറയുകയുണ്ടായി. തലശ്ശേരി സൈദാർ പള്ളിയിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പൊ ചൗക്കിയിലും അതേപോലെ ഒന്നരായ കാട്ടിപ്പാറ സഖാഫി ഉസ്താദ് പറയും, അദ്ദേഹത്തിന്റെ ആലമ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഒന്നിച്ച് ഒന്നരായ സയ്യിദവറുകളും അതുപോലെ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദും ഒരുമിച്ച് ദർസിൽ പഠിച്ചിരുന്നു എന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറയുകയുണ്ടായി. ആ ആലമ്പാടി എന്ന പ്രദേശത്തും മഹാനരായ ശൈഖ് തങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അതുപോലെ പല പ്രദേശങ്ങളിലും, ആ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ഉള്ളണം എന്ന് പറയുന്നത്. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്കറിയാം, ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറ. അംബിയാ പ്രവാചകന്മാരെ പറ്റി പറയൽ അത് ഇബാദത്താണ് എന്നും, അതുപോലെ സ്വാലിഹീങ്ങളെ നല്ല മനുഷ്യരെ സജ്ജനങ്ങളെ പറ്റി പറയൽ അത് കഫാറത്താണ് എന്നൊക്കെ ഹദീസിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള മഹാരഥന്മാരുടെ നന്മകൾ പറയുന്നത് അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മഹാസിന മൗത്താക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ നന്മകൾ നിങ്ങൾ പറയുക എന്ന ഹദീസും ഇതുപോലെയുള്ള മനോഹരമായ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതിന് നമുക്ക് പ്രേരണയാണ്. മഹാന്മാരെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. അതോടൊപ്പം അവര് കാണിച്ചു തന്ന മനോഹര മാതൃകകളെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അതിന്റെ ഭാഗം തന്നെയാണ്. അവരൊക്കെ ഖാലിക്കായ റബ്ബിനെ വേണ്ട പോലെ ആരാധിച്ച് അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിച്ച സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാരാണ്. അങ്ങനെയുള്ള ആലിമീങ്ങൾ അവരുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഖിവാമുദ്ദുനിയ ബിഅർബഅതി അശ്യാ ബിഇൽമിൽ ഉലമാഇ വബിഅദ്ലിൽ ഉമറാഇ വബിസഖാവത്തിൽ അഗ്നിയാഇ വബിദഅവത്തിൽ ഫുഖറാ എന്നൊരു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, ഖിവാമുദ്ദുനിയ ബിഅർബഅതി അശ്യാ,
4 കാര്യങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഭൗതികമായ പല കാര്യങ്ങളും നമ്മൾ കണ്ടേക്കാം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായി. സത്യത്തിൽ അതൊക്കെ പ്രത്യക്ഷാർത്ഥത്തിൽ അതൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ കാരണമായി നമുക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആത്മീയമായ ശക്തി എന്ന് പറയുന്നത് അത് 4 കാര്യങ്ങളെ കൊണ്ടാണ് എന്നാണ്. അതിലൊന്ന് ബിഇൽമിൽ ഉലമാ വബിഅദിലിൽ ഉമറാ വബിസഖാവത്തിൽ അഗ്നിയാ വബിദഅവത്തിൽ ഫുഖറാ. ഒന്ന് ആലിമീങ്ങളുടെ ഇൽമ കൊണ്ടാണ് എന്നാണ്. ആലിമീങ്ങളുടെ ഇൽമ അത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ കാരണമാണ്. ഇൽമ എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ നൂറാണ്, അത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. മഹാനരായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർകിൽ മആസി وقال العلم نور الله حقا ونور الله لا يعطى لعاصي. എന്ന് മഹാനരായ ഇമാമുന ശാഫിഈ തങ്ങൾ പാടിയത് ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി. മഹാനരായ ഇമാമുന ശാഫിഈ തങ്ങൾ പറയാണ്, ഞാൻ എന്റെ അഭിവന്ദനായ ഗുരുവര്യർ വകീഅ് എന്നവരോട് സങ്കടം പറഞ്ഞു, പരാതി പറഞ്ഞു. സൂഅ ഹിഫ്ളി, എനിക്ക് മനഃപ്പാടമാക്കാൻ ഒരൽപ്പം പ്രയാസം അനുഭവപ്പെടുകയാണ് എന്നാണ് ഞാൻ സങ്കടം പറഞ്ഞത്. ആര പറയുന്ന ഇമാമുന ശാഫിഈ തങ്ങൾ പറയാം, 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ലോകം കണ്ട പ്രതിഭാശാലിയായ മഹാൻ, 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ മഹാനുഭാവൻ മഹാനായ റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാനിൽ ഓരോ ദിവസവും 2 ഖത്ം തീർത്തിരുന്ന മഹാനരാണത്രേ. റമദാൻ അല്ലാത്ത ഓരോ ദിവസവും 1 ഖത്ം തീർത്തിരുന്ന മഹാൻ. അങ്ങനെ അഭേദ്യമായി ഖുർആനുമായി ബന്ധം പുലർത്തിയ ലോകം കണ്ട പ്രതിഭാശാലിയായ മഹാനരാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവനാണ് പറയുന്നത്, ഞാൻ എന്റെ അഭിവന്ദ ഗുരുവര്യരോട് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് മനഃപ്പാടമാക്കാൻ ഒരൽപ്പം പ്രയാസം അനുഭവപ്പെടുകയാണ്. ഫഅർശദനി ഇലാ തർകിൽ മആസി. എന്റെ ഉസ്താദ് എന്നെ ഉപദേശിച്ചത് പാപങ്ങൾ വർജിക്കണം എന്നാണ്, തെറ്റുകുറ്റങ്ങൾ വെടിയണം. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി. എന്നിട്ട് അഭിവന്ദരായ ഉസ്താദ് വകീഅ് എന്നവർ പറഞ്ഞു തന്നു, ഇൽമു എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ നൂറാണ്, അത് പടച്ച റബ്ബിന്റെ പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി. അല്ലാഹുവിന്റെ പ്രകാശം അത് ദോഷികളായ ആളുകൾക്ക് ലഭ്യമല്ല. അപ്പൊ അറിവ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ പ്രകാശമാണ്, അത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ് എന്നും ഹബീബ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണത്. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ ഇന്നമാ വറസു അൽ ഇൽമ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ വാക്കിന് നല്ല ശബ്ദം ഉണ്ടാകുന്നുണ്ട് അല്ലെ? അപ്പൊ ശബ്ദങ്ങളൊന്ന് സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ വലിയ തോതിൽ ശബ്ദമുണ്ടാക്കുന്നുവെങ്കിൽ ഒന്ന് ഇടപെടണമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാൻ. ദീർഘിച്ച് സംസാരിക്കാൻ സമയമില്ല, കുറഞ്ഞ സമയമാണ്, ഒരു അരമണിക്കൂർ ഇൻഷാ അല്ലാഹ് ഒന്നരായ ഉസ്താദത്തിന് ശേഷം സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഒരുമിച്ച് എന്നിട്ടൊരു ട്രെയിനിൽ തന്നെ പോകാനുള്ളതാണ്. 1:20 പരപ്പനങ്ങാടിയിൽ നിന്ന് ട്രെയിൻ. ആ ട്രെയിനിൽ തിരിച്ചു പോകാനുള്ള ഒരുപാട്. അതുകൊണ്ട് ദീർഘിപ്പിച്ച് സംസാരിക്കില്ല. ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. അതിനുശേഷം വേണ്ട പോലെ ഒന്നരായ ശൈഖങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെക്കാൾ കൂടുതലായി ഒരുപക്ഷെ ഒന്നരായ ഉസ്താദ് അവരെ കുറിച്ച് അറിയും. അതുകൊണ്ട് തന്നെ അവർ ആധികാരികമായി തന്നെ പറയുമെന്നതുകൊണ്ടാണ് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാത്തത്. ഏതായാലും അല്ലാഹു നമ്മുടെ ഈ സദസ്സ് നമ്മളിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അഅലൽ ആലി അൽ
أول السطور بسم الله بدء الخالقات لا إله إلا الله إلا الله محمد رسول الله. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഹബീബായ നബി തങ്ങൾ പറയാണ്, പ്രവാചകന്മാർ അവര് ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ, ദിർഹമുകളോ ദീനാറുകളോ അല്ല അവർ അനന്തരം നൽകുന്നത്, മറിച്ച് അവർ അനന്തരം നൽകുന്നത് ഇൽമാണ്, അറിവാണ്. അറിവ് എന്നത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. അതാണ് പണ്ഡിതന്മാരിലേക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് മുത്തനബി തങ്ങളുടെ ഒരു വഅദിന്റെ സദസ്സിനിടയിൽ തന്റെ വീട്ടിലേക്ക് ഒരു അത്യാവശ്യത്തിന് പോകുന്ന വഴി മദീനത്തെ അങ്ങാടിയിൽ കുറച്ചാളുകൾ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ അവരോട് ചോദിച്ചു, നടന്നു പോകുന്ന വഴി നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുകയാണോ? അവിടെ മുത്തനബി തങ്ങളുടെ അനന്തര സ്വത്ത് വിഹിതം വെക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണോ എന്ന് ചോദിച്ചു. കുറച്ചാളുകൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. അങ്ങാടിയിൽ വർത്താനം പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, കുറച്ചാളുകൾ എപ്പോഴും ഉണ്ടാവും അല്ലെ. അങ്ങാടിയിൽ ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. അപ്പോ അങ്ങനെ ചോദിച്ചപ്പോ അവര് വേഗം പള്ളിയിലേക്ക് ഓടുകയാണ്. കാരണം പുണ്യനബി തങ്ങൾ അനന്തര സ്വത്ത് വിഹിതം വെക്കുകയാണെന്ന് പറഞ്ഞപ്പോ, പണമാണല്ലോ സ്വത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലെ. മാലുൻ എന്നാണ് അറബിയിൽ സമ്പത്തിന് പറയുക. മാലുൻ എന്ന അറബി പദം മിൻ മാല യമീലു, മാല എന്ന പദത്തിൽ നിന്ന് വന്നതാണ് എന്നാണ് ഭാഷാ പണ്ഡിതന്മാര് പറയുന്നത്. മാല എന്ന പദത്തിന്റെ അർത്ഥം ആകർഷിക്കുക, ചായുക, ചെരിയുക എന്നൊക്കെ ഡിക്ഷണറികളിൽ കാണാം. അതിൽ നിന്നാണ് മാലുൻ എന്ന പദം വന്നത് എന്ന് പറഞ്ഞാൽ ആരെയും ആകർഷിക്കുന്ന വസ്തുവാണത്. അതുകൊണ്ട് തന്നെ അവർ മദീനത്തെ പള്ളിയിലേക്ക് ഓടി. പുണ്യനബി തങ്ങളുടെ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നു എന്ന് കേട്ടപ്പോ അവരവിടെ ചെന്ന് നിരാശയോടെ തിരിച്ചു മടങ്ങുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന വഴി അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചവര് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് കളവ് പറഞ്ഞത്? എന്തിനാണ് ഞങ്ങളുടെ വർത്തമാനം മുടക്കിയത്? ഞങ്ങളെ സംസാരം മുടക്കിയത് എന്തിനാണ് ഞങ്ങളോട് കളവ് പറഞ്ഞത്? ഞങ്ങൾ പള്ളിയിൽ പോയല്ലോ, ഞങ്ങൾ അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ മുത്തനബി തങ്ങൾ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ. അവര് ചോദിച്ചു, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് മദീനത്തെ പള്ളിയിൽ കണ്ടത്? അവര് പറഞ്ഞു, റഅയ്നാ ഖൗമൻ യതദാകറൂനൽ ഹലാല വൽ ഹറാം. ഞങ്ങൾ അവിടെ കണ്ടത് ഹലാല് ഹറാമുകൾ ചർച്ച ചെയ്യുന്ന ആളുകളെയാണ്. ഹലാല് ഹറാമുകൾ എങ്ങനെ ചർച്ച ചെയ്യാണ്, അതാണ് ഞങ്ങൾ കണ്ടത്, മറ്റൊന്നും കണ്ടില്ല. അപ്പോഴാണ് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞത്, വൈഹക്കും, നിങ്ങളുടെ നാശം, നിങ്ങളുടെ നാശം, ദാക മീറാസു റസൂലില്ലാഹ്, അത് തന്നെയാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ അനന്തര സ്വത്തുമാണത് അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറിവുമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് വലിയ ഇബാദത്താണ് അല്ലെ. പുണ്യനബി തങ്ങൾ, ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, ഹബീബ നബി തങ്ങൾ ഒരു സ്വഹാബി വര്യനോട് ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേര സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ദിവ്യബോധനം വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയേ, അന്നഹു ലം യബ്ഖി മിൻ ഉംരി ഹാദർ റജുലി ഇല്ലാ സാഅതൻ, നിങ്ങൾ ആരോടാണോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യന്റെ ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ ഇനി ഒരല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ വിവരം ധരിപ്പിക്കുകയാണ്, നിങ്ങൾ മരണപ്പെടാൻ പോകുന്നു എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. ആ യാഥാർത്ഥ്യം കേൾക്കേണ്ട താമസം ആ മനുഷ്യന് വല്ലാതെ വെപ്രാളപ്പെടുകയാണ്. മരണപ്പെടാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴുള്ള വല്ലാത്ത വെപ്രാളം ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ് ആ സ്വഹാബി വര്യൻ, ദുല്ലനീ അലാ ഔഫഖി അമലിൻ ലീ ഫീ ഹാദിഹി സ്സാഅതി യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെങ്കിൽ ഞാനിപ്പോ ചെയ്യേണ്ട ഏറ്റവും നല്ല അമലേതാണ്?
ഏറ്റവും നല്ല പുണ്യകർമ്മം ഏതാണ്? ഹബീബായ മുത്തനബി തങ്ങൾ ആ സ്വഹാബി വര്യനോട് പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കണമെന്നല്ല, നിങ്ങൾ ദാനധർമ്മം ചെയ്യണമെന്നല്ല, ഇസ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ വിജ്ഞാന സമ്പാദനം നടത്തണം, നിങ്ങൾ അറിവുമായി ജോലിയാവണം. അതാണ് മരണപ്പെടാൻ പോകുന്ന മനുഷ്യനോട് അവസാന സെക്കൻഡുകളിൽ ചെയ്യണമെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സ്വഹാബി വര്യൻ ഇൽമുമായി ജോലിയാവുകയും ആ ദിവസം മഗ്രിബാകുന്നതിന് മുമ്പേ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു എന്ന് ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറുമേറിടും, മേന്മ നൽകും മഹൽ ഗുണം, വിദ്യ തന്നെ മഹാധനം എന്ന് മലയാളത്തിന്റെ കവി വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. കൊണ്ടുപോകില്ല ചോരന്മാർ, കള്ളന്മാര് കൊണ്ടുപോകാത്ത ധനം, കൊടുക്കും തോറുമേറിടും. ആരാണോ അത് കൊടുക്കുന്നത്, കൊടുക്കുന്ന ആളുകളിൽ വർദ്ധിക്കുന്ന ധനമാണത്. മേന്മ നൽകും ആ മഹൽ ഗുണം. ആരിലാണോ ആ ഗുണമുള്ളത് അവരെപ്പോഴും മേലെയാണ്, അവരെപ്പോഴും മേലെയാണ്, ഔന്നിത്യത്തിലാണ്. ഏതാണ് ആ ധനമെന്നറിയോ? വിദ്യ തന്നെ മഹാധനം. അറിവാണ്, അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ധനം എന്ന് മഹാന്മാരായ കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ധനമാണ്. അത് എവിടെ കണ്ടാലും അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മനോഹരമായി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചല്ലോ. ഇന്നല്ലാഹ യുഅതി ദുനിയാ ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ദുനിയാവ് കൊടുക്കും. എല്ലാവർക്കും ദുനിയാവിനെ കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. സമ്പത്ത് കൊടുക്കും, അല്ലെ? ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകം കണ്ട വലിയ ധനാഢ്യനാണ്, അല്ലെ? ചരിത്രം പറയുന്നുണ്ട് ഏകദേശം ഇന്നത്തെ 8,000 കോടി രൂപയുടെ ആസ്തി മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കണക്കാക്കപ്പെടും. അത്ര വലിയ ആസ്തിയുടെ ആളായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്കും കൊടുക്കും, എന്നാൽ ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു ദുനിയാവ് കൊടുക്കും, അല്ലെ? എത്ര വലിയ കോടിയാധിപതികൾ, കോടീശ്വരന്മാരെ നമ്മുടെ നാട്ടിലുണ്ട്, പ്രിയപ്പെട്ടവരെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം നൽകുന്ന ഒരു വസ്തുവുണ്ട്. വലാ യുഅ്തിൽ ഹിക്മത ഇല്ലാ ലിമൻ അഹബ്ബ. അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു അറിവ് നൽകുകയുള്ളൂ, വിജ്ഞാനം നൽകുകയുള്ളൂ എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് അല്ലാഹു അറിവ് നൽകുക. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു അറിവ് നൽകുക. അങ്ങനെയുള്ള അറിവ് നൽകപ്പെട്ടവരിൽ വളരെ പ്രധാനിയാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്ന മഹാനരായ ശൈഖ് എന്ന് പറയുന്നവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ പരലോക ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സാധുക്കളായ നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള മഹാന്മാർ, ആലിമീങ്ങൾ, അവരൊക്കെയാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ നിദാനം എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആലിമീങ്ങൾ ഉണ്ടാവും, അല്ലെ? സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ, പണ്ഡിതന്മാർ, അവരുടെ ഇൽമിന്റെ പവർ കൊണ്ടാണ് ഖിവാമുദ്ദുനിയാ, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവരുടെ ഇൽമിന്റെ പവർ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ ഇൽമാണ്. അപ്പൊ ആ ഇൽമ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചം അങ്ങനെ നിലനിൽക്കും. അതുകൊണ്ടാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പുണ്യനബി തങ്ങൾ പറഞ്ഞത്. ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങളൊക്കെ ലോകത്ത് ഒന്നൊന്നായി ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? മുത്തനബി തങ്ങൾ പറഞ്ഞ അവസാന നാളിന് മുന്നോടിയായി ലോകത്തുണ്ടാകാനിടയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓരോ കാര്യങ്ങളും ഇന്ന് അക്ഷരം പ്രതി പകൽ വെളിച്ചം പോലെ ലോകത്ത് നമ്മൾ പുലർന്ന് കാണുകയാണ്.
ആ കൂട്ടത്തിൽ പുണ്യനബി തങ്ങൾ പറഞ്ഞതാണ്, ഉയർത്തപ്പെടും, അറിവില്ലായ്മ വർദ്ധിക്കും, ഇൽമ ഉയർത്തപ്പെടും. എങ്ങനെയാണ് ഇൽമ ഉയർത്തപ്പെടുക? അത് ആലിമീങ്ങൾ ഒന്നൊന്നായി ഈ ലോകത്തോട് വിട പറയും. നല്ല നല്ല ആലിമീങ്ങൾ, നല്ല തഴക്കവും പഴക്കവുമുള്ള ആലിമീങ്ങൾ, ഇൽമിന്റെ ബഹറുകളായ പണ്ഡിതന്മാര്, അവരൊന്നായി ഈ ലോകത്തോട് ഇങ്ങനെ വിട പറയുന്നത് നമ്മൾ കാണുകയാണ്. എത്രയോ ആലിമീങ്ങൾ മൺമറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആലിമീങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാകുമ്പോ അറിവ് ഉയർത്തപ്പെടുകയാണ്, അറിവില്ലായ്മ വർദ്ധിക്കുകയാണ്. അങ്ങനെ മുത്തനബിതങ്ങൾ പറയുന്നുണ്ട്, അവസാനം അറിവില്ലായ്മ വർദ്ധിച്ച് വർദ്ധിച്ച് ആലിമീങ്ങളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ, ജനങ്ങൾ അറിവില്ലാത്ത ആളുകളെ നേതാക്കന്മാരായി വാഴിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് തന്നെ, അവരറിവില്ലാതെ തന്നെ അത്തരം ആളുകൾ പല വിധത്തിലുള്ള ഫത്വകൾ പുറപ്പെടുവിക്കും. അവരും പിഴക്കും, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ആലിമീങ്ങളുടെ ഇൽമ്, അല്ലെ, ഇൽമുള്ള ആളുകൾ തന്നെയാണ് ഔലിയ എന്ന് പറയുന്നത്. അല്ലെ, ഔലിയാക്കൾ അവർ ഇൽമുള്ള ആളുകളാണ്. ഔലിയാക്കൾ ഇൽമുള്ളവരാണ്. ഇൽമില്ലാത്ത ആളുകൾക്ക് വിലായത്തിന്റെ മർത്തബ ലഭിക്കില്ല, അവർ ഔലിയാക്കളാവില്ല. ഔലിയ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാരഥന്മാർ. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഖുദ്സിയായ ഹദീസാണ്. ഒരടിമ ഞാനുമായി സുന്നത്തുകളിലൂടെ അടുത്താൽ ഞാൻ അടിമയോട് ഞാൻ വല്ലാതെ അടുക്കുന്നതാണ്. ഞാൻ അവന്റെ കൈയാകും, അവന്റെ കാലാകും, അവന്റെ കേൾവിയാകും, അവന്റെ കാഴ്ചയാകും. ഇതൊക്കെ പടച്ചറബ് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഖുദ്സിയായ ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഔലിയാഇന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ കാലാകും, അവരുടെ കൈയാകും, കാഴ്ചയാകും എന്നൊക്കെ പറഞ്ഞാൽ മഹാന്മാരായ ഉലമാ വിശദീകരിക്കുന്നത് കാണാം. ആ ഔലിയാക്കൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ലഭ്യമാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഔലിയാഇന് ലഭ്യമാകുന്നതാണ്. സാധാരണക്കാരായ നമ്മൾക്ക് കഴിയാത്ത പലതും മഹാന്മാരായ ഔലിയാക്കൾക്ക് ചെയ്യാൻ സാധിക്കും, അവർക്ക് കാണാൻ സാധിക്കും, അവർക്ക് കേൾക്കാൻ സാധിക്കും. അല്ലെ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഇഷ്ടദാസന്മാരാണവർ. പടച്ചറബിന്റെ പ്രത്യേകമായ ഒരു കഴിവ് നൽകപ്പെട്ടവരാണവർ. അതിനർത്ഥം സാധാരണക്കാരായ നമ്മൾ ഔലിയാക്കളെ ആരാധിക്കുന്നു എന്നല്ല. ചിലരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ, തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ. അല്ലെ, നമുക്ക് ഔലിയാഇനോട് എന്നല്ല, അംബിയാഇനോട് എന്നല്ല, അംബിയാഇന്റെ നേതാവായ, ലോകത്തിന്റെ മുഴുവനും നേതാവായ, മദീനയുടെ മന്ദമാരുതൻ, മക്കയുടെ നിലാവുളിയായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും നമുക്ക് ആരാധനയില്ല. ആരാധന അൽ-ഇബാദത്തു ലില്ലാഹി വഹദ, ആരാധന ഏകനായ അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ പടച്ച റബ്ബിനോട് മാത്രമേ നമുക്ക് ആരാധനയുള്ളൂ. മറ്റുള്ളവരോടൊക്കെ നമുക്ക് ആരാധനയല്ല, ആദരവാണ്, ഇക്റാമാണ്, തഅ്ദീമാണ്, ആദരവാണ്. ഔലിയാഇനോടൊക്കെ നമുക്ക് ആദരവാണ്, അല്ലാതെ ആരാധനയല്ല. ആ ആദരവാകട്ടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതുമാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ഔലിയാഇനോട് ആദരവ് വേണം. പ്രിയപ്പെട്ടവരെ, അവർ പ്രത്യേകക്കാരായ ആളുകളാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖമോ ഭയമോ സങ്കടമോ ഒന്നുമില്ലാത്തവരാണവർ. കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ച കഷ്ടനഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കാത്തവരാണവർ. വരാൻ പോകുന്ന സംഭവ വികാസങ്ങളെ ഓർത്ത് ആകുലപ്പെടാത്തവരാണവർ, ബേജാറില്ലാത്തവരാണ് അവർ. നമ്മളങ്ങനെയല്ല. നമ്മളിങ്ങനെ കഴിഞ്ഞുപോയ കാലത്ത് നമുക്കുണ്ടായ നഷ്ടങ്ങളെ കുറിച്ചൊക്കെ പലതും ഇങ്ങനെ ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടും, അല്ലെ? അതല്ലേ മഹാനായി മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ ചരിത്രം പറയുന്നത്. മഹാനായി മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു, ഖുതുബുൽ അഖ്താബ്, ഔലിയാക്കളുടെ നേതാവായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ദർസ് എടുത്തു കൊടുത്തിരുന്ന മഹാനരാണ്, അല്ലെ? അവരുടെ ചരിത്രം പറയുന്നുണ്ട്. ബഗ്ദാദിൽ ഈ മൈക്ക് കണ്ടുപിടിക്കുന്നതിന്റെയും 1000 കൊല്ലങ്ങൾക്ക് മുമ്പ്
ഒരേ സമയം ബഗ്ദാദിന്റെ മൈതാനങ്ങളിൽ 70,000 ആളുകൾക്ക് വഅദ് പറഞ്ഞു കൊടുത്ത മഹാനരാണ് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്സം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന്റെ വഅദിന്റെ മജ്ലിസുകളിൽ സംബന്ധിച്ച 70,000 ആളുകളും ആരിഫീങ്ങളായി മാറി എന്നതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദർസ് എടുത്തു കൊടുക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞതത്രേ, ബഹുമാനപ്പെട്ടവരെ, നിങ്ങളുടെ കപ്പൽ മുങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ. നിങ്ങളെ കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ട്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മള് ചിലരൊക്കെ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയിൽ അങ്ങനെ ചടഞ്ഞിരുന്നവരല്ല. ഔലിയാ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിഭാഗമാണ് എന്നും വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായ പദവികളും ഗ്രേഡുകളിലൊക്കെ ഉള്ളവരാണവർ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അവരുടെ കപ്പൽ മുങ്ങി എന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞപ്പോ മഹാനായ ശൈഖ് അവറുകൾ കുറച്ചു സമയം തല ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചു. എന്നിട്ട് തല ഉയർത്തിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു അത്രേ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ നേരത്തെ ഓടി വന്ന് നിങ്ങളുടെ കപ്പൽ മുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ മനുഷ്യന് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, മുങ്ങിയത് നിങ്ങളുടെ കപ്പലല്ല, അത് വേറാരുടെയോ കപ്പലാണ്. അപ്പോഴും മഹാനുഭാവൻ തല ഇങ്ങനെ താഴ്ത്തി കുറച്ചു കഴിഞ്ഞ് തല ഉയർത്തിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു അത്രേ. പിന്നീട് ശിഷ്യന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ പറഞ്ഞു, അത് ആദ്യം ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്, ആ മനുഷ്യന് വന്നിട്ട് എന്നോട് നിങ്ങളുടെ കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, എന്റെ മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ടായോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഒരു കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും വിഷമം എന്റെ മനസ്സിനുണ്ടായോ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ഇല്ല, എന്റെ മനസ്സിന് ഒരു പതർച്ചയുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പതർച്ചയില്ലാത്ത മനസ്സ് തന്ന പടച്ച റബ്ബിനെ ഞാൻ സ്തുതിച്ചതാണ്, അൽഹംദുലില്ലാഹ്. പിന്നെ വന്നിട്ട് ആ മുങ്ങിയത് നിങ്ങളുടെ കപ്പലല്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ, സന്തോഷം ഉണ്ടായോ, എന്റെ കപ്പലല്ല മുങ്ങിയത് എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും സന്തോഷം ഉണ്ടായോ എന്ന് ഞാനിങ്ങനെ ഒരു പരിശോധന നടത്തിയപ്പോ അതുമില്ല, എന്റെ മനസ്സിന് ഒരു മാറ്റവും വന്നിട്ടില്ല, എന്റെ മനസ്സിനൊരു പ്രത്യേകിച്ചൊരു സന്തോഷം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മനസ്സ് തന്ന അല്ലാഹുവിനെ സ്തുതിച്ചതാണ് ഞാൻ. അതാണ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഭയമോ ദുഃഖമോ ബേജാറോ സങ്കടമോ ഒന്നുമില്ല. അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേകക്കാരായ അടിമകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അവരുടെ കൈ ഞാനാകും, അവരുടെ കേൾവി, അവരുടെ കാല്, അല്ലെ, അവരുടെ കാഴ്ച ഒക്കെ ഞാനാകും. അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം അവർക്കുണ്ടാവും. അള്ളാഹു ആ മഹാന്മാരായ ഔലിയായിനെയൊക്കെ മനസ്സിലാക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരെ പഠിപ്പിച്ച മഹത്തായ ആശയാദർശങ്ങൾ ജീവിതത്തിൽ പകർത്താനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സദസ്സ് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. കുറഞ്ഞ സമയം കൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് ഒന്ന് പൂർത്തീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ ഒരു ഉൾക്കാഴ്ച നൽകിയിട്ടുള്ളവരാണ്. അതാണ് നമ്മൾ മുഹീദ്ദീനമാരെ നമ്മൾ പാടുന്നത്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങടെ കൽഭാഗമെന്നോവർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജീനാ മിൻ കുല്ലി അഫാതി യാ അല്ലാഹ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽബിനെ ഞാൻ കാണും. ആരാ? മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി പറയാൻ. മഹാനായ കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന യുഗപ്രഭാവനായ പണ്ഡിതന്റെ കരങ്ങളാൽ വിരചിതമായ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട മനോഹരമായ കൃതിയാണത് മുഹീദ്ദീൻ മാല. ആ മാലകളൊക്കെ ശിർക്കിന്റെ വരികളാണ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ
നിരാക്ഷേപം കേരളീയ മുസ്ലിം ഉമ്മത്ത് ചെയ്തു പോന്നിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുഴുവൻ അനാചാരമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നാഴികക്ക് 400 വട്ടം ശിർക്കും കുഫറും ഒക്കെ ആരോപിച്ച് ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുഴുവനും അരികുവൽക്കരിക്കാൻ ശ്രമിച്ചവർ, അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കാൻ ശ്രമിച്ചവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ നല്ല ബോധം നൽകട്ടെ. ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മാല മൗലിദുകളൊക്കെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും മനോഹരമായി പ്രചാരം നേടിയ വരികളാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാര് പറയുന്നുണ്ട്, ഒരു 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ്, അര നൂറ്റാണ്ട് മുമ്പ് കേരളക്കരയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ അന്വേഷിക്കുമ്പോ ആ പെണ്ണിന് മാല കാണാതെ പാടാൻ അറിയണം, മനപ്പാടമുണ്ടായിരിക്കണം എന്ന് പോലും ചെറുപ്പക്കാര് നിർബന്ധമായി കണ്ടിരുന്നൊരു കാലം ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. അത്രമേൽ ആത്മീയമായ ചൈതന്യധന്യമായ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്ന നമ്മുടെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലാണ് വിഷബീജവുമായി ചില ആളുകൾ കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അപ്പോ അവിടെ മഹാനരായ മുഹദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി പറയുന്നത് അങ്ങനെയാണ്: കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോ. കുറെ കാലം മുമ്പ് ജീവിച്ചു പോയ മഹാരഥന്മാരായ ഔലിയാക്കളുടെ ചരിത്രങ്ങളൊക്കെ അവിടെയുണ്ട്. ഈ അടുത്ത കാലത്ത് ജീവിച്ച വഫാത്തായ മഹാനരായ ചാപ്പനങ്ങാടി ഉസ്താദുമായി ബന്ധപ്പെട്ടൊരു സംഭവം ആധികാരികമായി ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞത് നേരിട്ട് കേട്ടൊരു സംഭവം ഞാൻ ഓർത്തെടുക്കുകയാണ്. അവർക്ക് അല്ലാഹു നൽകിയ ഉൾക്കാഴ്ച എത്രമേൽ പ്രധാനമാണ്, അതെത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടാൻ ഒരൊറ്റ ഒരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് അവര് ഒരു വലിയ ദിക്ർ ഹൽക്കയുടെ ഒരു പരിപാടി കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടി പോവാൻ. അങ്ങനെ പോയി, കുറെ ആളുകൾ കൂടെയുണ്ട്. എല്ലാവരും തീന്മേശയുടെ ചുറ്റും ഇരുന്നപ്പോ ആ വീട്ടുകാരൻ ധാരാളം വിഭവസമൃദ്ധമായ ഭക്ഷണം ടേബിളിൽ കൊണ്ടുവെക്കുകയാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം. മാലിന്യങ്ങൾ വരുമ്പോ, സയ്യിദന്മാരൊക്കെ വരുമ്പോ ഈ ഉമ്മത്തിന്റെ ഒരു രീതിയാണ് അല്ലെ, അവരോട് വലിയ ഒരു ബഹുമാനം, ഒരു ആദരവ്. ആ ആദരവിന്റെ ഭാഗമായി നല്ല രീതിയിലൊക്കെ ഭക്ഷണം പാകം ചെയ്യുക എന്ന് പറയും. ഇന്നും നമ്മുടെ നാടുകളിൽ അത് അങ്ങനെ തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് നിലനിർത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് വന്ന് അവിടെ ഇരിക്കുമ്പോ എല്ലാരും കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പുറത്തിപ്പുറത്തൊക്കെയായി ടേബിളിന്റെ ചുറ്റുഭാഗത്തും കൂട്ടത്തിൽ നേരെ എതിർദിശയിൽ ഇരിക്കുന്ന ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നൽ, അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നൽ. അദ്ദേഹം ചിന്തിച്ചു, അത്രേ 10 പേരാ മറ്റേ ഉള്ളൂ, എത്ര പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്, അതും എന്തെല്ലാം ഐറ്റംസ് ആണ്, എന്തെല്ലാം ഇനങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് സത്യത്തിൽ ഇത് ഇസ്രാഫാണല്ലോ. മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് ഇത്ര വലിയൊരു വലിയായിട്ട് എന്തുകൊണ്ട് ഉസ്താദ് അത് പറഞ്ഞില്ല, എന്തുകൊണ്ടൊരു നീരസം പ്രകടിപ്പിച്ചില്ല എന്ന മനുഷ്യനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചപ്പോഴേക്ക് മഹാനരായ ചാപ്പനങ്ങാടി ഉസ്താദ് ആ മനുഷ്യന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അത്രേ സഹോദര, ഇത് ഇസ്രാഫല്ല, ഇത് ഇക്റാമാണ്. ആ മനുഷ്യന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറയാം, ഇത് ഇസ്രാഫല്ല, ഇത് ഇക്റാമാണ്. ആരാണ്? മഹാനരായ ചാപ്പനങ്ങാടി വാപ്പു ഉസ്താദിനോട് ആ മനുഷ്യന്റെ മനസ്സ് പറഞ്ഞു കൊടുത്തത്. അതാണ് പറയുന്നത്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കഴിവാണ്. ഇങ്ങനെ ഒരുപാട് മഹാരഥന്മാർ ഈ അടുത്ത കാലത്ത് ജീവിച്ചുപോയ ധാരാളം മഹാന്മാരായ ഉലമാഇന്റെ ഔലിയാഇന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ വിശാലമായി ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം കൂടി, ഒരു സംഭവം കൂടി ബഹുമാന്യ സദസ്സിനോട് ഔലിയാഇനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനരായ തൃപ്പനച്ചി ഉസ്താദ് എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ ഈ അടുത്ത് നിങ്ങളുടെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്കൊക്കെ അറിയാം, തൃപ്പനച്ചി ഉസ്താദ്. അവരുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ആധികാരികമായി തന്നെ വലിയൊരു മഹാൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. തൃപ്പനച്ചി ഉസ്താദ് മഹാനുഭാവനെ കാണാൻ അദ്ദേഹത്തിന്റെ ഒരു മുരീദ്, അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളിങ്ങനെ വരികയാണ്. ഈ കൊണ്ടോട്ടി അങ്ങാടിയിൽ, മലപ്പുറത്ത് കൊണ്ടോട്ടി ടൗണിൽ ബസ്സിലാണ് യാത്ര ചെയ്ത് വരുന്നത്. അങ്ങനെ വന്ന് ടൗണിലും അങ്ങനെ ബസ് നിന്നപ്പോ അദ്ദേഹം പുറത്തേക്ക് ഇങ്ങനെ, സ്വാഭാവികമാണല്ലോ ടൗണിൽ ബസ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പുറത്തേക്ക് നോക്കിയപ്പോ പുറത്ത് ചുമരുകളിലൊക്കെ ഇങ്ങനെ സിനിമ പോസ്റ്റർ കാണുകയാണ്. സ്വാഭാവികമായും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ മനുഷ്യരല്ല, മനുഷ്യ സഹജമാണ്, കണ്ണ് അതിലേക്കൊന്ന് ഉടക്കുകയാണ്. കുറച്ചു നേരം അദ്ദേഹം അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ബസ് പുറപ്പെട്ടു. ഒന്നരായ തൃപ്പനച്ചി ഉസ്താദിന്റെ അരികിലെത്തുകയാണ്.
ഒന്നരായ ഉസ്താദിന്റെ അരികിലെത്തി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് സലാം മടക്കി. സാധാരണ ഇതിനു മുമ്പ് കാണുമ്പോഴുള്ള ഒരു മുഖപ്രസന്നതയോ ഒന്നുമില്ല. വലിയ ദേഷ്യത്തിലാണ് ഉസ്താദ്. ഈ മനുഷ്യനാകെ പേടിച്ചു, വിറച്ചു. എന്തു പറ്റി? ഉസ്താദ് നേരെ, ഉസ്താദിനെ അറിയുന്ന ആളുകൾക്കറിയാം, തൃപ്പനച്ചി ഉസ്താദിനെ കേട്ടിട്ടുള്ളവർക്കറിയാം, വല്ല കടത്തിണ്ണയിലും മറ്റൊക്കെയാണ് ബഹുമാനപ്പെട്ടവർ ഇരിക്കാറുള്ളത്. അങ്ങനെ അദ്ദേഹം ആ ഇരുന്ന കടയുടെ നേരെ അകത്തേക്ക് ചെന്ന് അവിടെ നിന്നൊരു പത്രം എടുത്തു കൊണ്ടുവന്നു. പത്രത്തിൽ നേരത്തെ അദ്ദേഹം കൊണ്ടോട്ട് ടൗണിൽ വെച്ച് കണ്ട സിനിമ പോസ്റ്റർ, ആ പരസ്യം പത്രത്തിലുണ്ടായിരുന്നു. ആ പത്രത്തിലെ പരസ്യം എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, തൃപ്പനച്ചി ഉസ്താദ്, എന്തിനാ കൊണ്ടോട്ട് ടൗണിൽ നിന്ന് നോക്കുന്നത്? ദാ ഇതിലുണ്ട്, നോക്കിക്കോളൂ, പത്രത്തിലുണ്ട്, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഈ വന്ന മനുഷ്യനോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഔലിയാഇന് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ സിദ്ധിയാണ്. ഇതൊരു കഴിവാണ്. അതിനാണ് നമ്മൾ കറാമാത്തുൽ ഔലിയാ എന്ന് പറയാം. മഹാന്മാരായ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസാത്തുകൾ ഇതുപോലെ ധാരാളം നമുക്ക് കാണും. അത് ഔലിയാഇനും അല്ലാഹു നൽകുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള മഹാരഥന്മാരായ ഔലിയാക്കൾ ധാരാളം, ആലിമീങ്ങളും ഔലിയാക്കളും ഒക്കെ കഴിഞ്ഞുപോയ, ജീവിച്ചുപോയ നാടാണ് നമ്മുടെ കൊച്ചു കേരളം. ആ ഔലിയാഇന്റെയും ആലിമീങ്ങളുടെയും ഒക്കെ പവിത്ര പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ കൊച്ചുനാട്. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ അത്തരം ആലിമീങ്ങളുടെ, ഔലിയാഇന്റെ ഇൽമിന്റെ പവർ കൊണ്ടാണ് ഖിവാമുദ്ദുനിയാ, ഈ പ്രപഞ്ചം അങ്ങനെ നിലനിന്നു പോകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആലിമീങ്ങളും അവരുടെ ഇൽമും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചം അങ്ങനെ നിലനിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഇൽമു ഉയർത്തപ്പെട്ട് ഔലിയാവും സ്വാലിഹീങ്ങളും ആലിമീങ്ങളൊക്കെ ഒന്നൊന്നായി ഈ ലോകത്ത് നിന്ന് ഇങ്ങനെ ഇല്ലാതെയാകുമ്പോ, ഇൽമു ഉയർത്തപ്പെടുമ്പോ പിന്നെ അവിവേകം വരും, പിന്നെ ഇരുട്ട് പടരും, പിന്നെ ലോകം അവസാനിക്കും. ലോകാവസാനത്തിന്റെ അടയാളങ്ങളൊക്കെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ മുന്നിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഒന്നൊന്നായി ലോകത്തിന്റെ ദിഗന്ധങ്ങളിൽ ദുരന്തങ്ങൾ പോലെ വന്നു ഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെ, ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാടുകളിൽ അടിക്കടി ഉണ്ടാകുകയാണ്. എന്താണ് ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം? എന്താണ് പ്രിയപ്പെട്ടവരെ? ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, അതിന് ഭൗതികമായി ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ കണ്ടെത്തിയേക്കാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത് ആ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ്. എന്താണ് പാഠം? പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് ഈ ലോകത്ത് അവസാന നാളിന്റെ ഒരുപാട് അടയാളങ്ങളുടെ ഭാഗമായിട്ടാണ്. പല വിധത്തിൽ സാമൂഹികമായി മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരുപാട് അടയാളങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. മാതാപിതാക്കൾ ബുദ്ധിമുട്ടിക്കുന്ന മക്കള്, അതുപോലെ ഭാര്യയെ അനുസരിക്കുകയും ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന മക്കൾ, സ്നേഹിതന്മാരെ അടുപ്പിക്കുകയും വാപ്പാനെ അകറ്റുകയും ചെയ്യുന്ന മക്കൾ, ഏതാനും ചില അടയാളങ്ങളാണ് ഈ പറഞ്ഞത്. ഇതുപോലെ ധാരാളം അടയാളങ്ങൾ പ്രിയപ്പെട്ടവരെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, സ്വന്തം മാതാവിനെ പ്രയാസപ്പെടുത്തുന്നവർ. നമ്മൾ കണ്ടല്ലോ, അഫ്ഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ പരിശുദ്ധമായ റമദാനിന്റെ അവസാന നാളുകളിൽ കേരളം കണ്ടു, നമ്മൾ കണ്ടു, ഞെട്ടിത്തെരിച്ചു. സ്വന്തം കുടുംബത്തിലെ 6ഓളം പേരെ വകവരുത്താൻ ഒരു മടിയും ആ ചെറുപ്പക്കാരനുണ്ടായില്ല. അത്രമേൽ ലഹരിയുടെ അടിമയായ ചെറുപ്പക്കാരൻ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാവിനെ സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു എന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ കേൾക്കുമ്പോ, കാണുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞയിടത്തേക്ക് നമ്മുടെ നാട്, നമ്മുടെ ലോകം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ലോകം അവസാനിക്കുന്നതിന്റെ സൂചനകളാണതൊക്കെ. അതുകൊണ്ട് ആഖിർ സമാനിന്റെ ചണ്ടി ചവറുകളാകാതെ മഹാരഥന്മാരായ സലഫു സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു മനോഹരമായ മാതൃകയുണ്ട് നമ്മുടെ മുന്നിൽ. ആ പവിത്ര പാരമ്പര്യത്തിന്റെ കൂടെ ചേർന്ന് നിന്ന് സ്വാദിഖീങ്ങളോടൊപ്പം നിന്ന് അവരോടൊപ്പം നാളെ സ്വർഗം കടക്കാൻ നമുക്ക് സാധ്യമാവണം.
അതിന് ഇത്തരം മനോഹരമായ സംരംഭങ്ങളും സംഗമങ്ങളും വേദികളും നമുക്ക് കാരണമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം നല്ല നല്ല മജ്‌ലിസുകളിലൊക്കെ ഒരുമിച്ചുകൂടാൻ ആളുകളില്ലാത്ത കാലത്താണ് അൽഹംദുലില്ലാ ഒന്നരായ സയ്യിദ് അവറുകളെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മനോഹരമായ പരിപാടി ഇവിടെ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ ഒന്നരായ തങ്ങളവകൾ മന്ത്രി ചോദി കൊടുക്കുന്നു. ഈ നാട്ടുകാരായ നിങ്ങളിൽ പലരും ഒന്നരായ തങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നതിന്റെ നിദർശനമാണ് ഈ കാണുന്ന മനോഹരമായ സദസ്സ്. അൽഹംദുലില്ലാ ഇത്രയും ആളുകൾ ഒന്നരായ സയ്യിദ് അവറുകളെ വല്ലാതെ സ്നേഹിക്കുകയാണ്. ഇവരുടെ അഭിമന്യ പിതാവിനെയും ഞാൻ നേരത്തെ വന്നത് ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൂടെ അദ്ദേഹവും ഒരുപാട് വാചാലനായി വന്യരായ തങ്ങളെക്കുറിച്ചും തങ്ങളുടെ അഭിമന്യ പിതാവിനെ കുറിച്ചൊക്കെ മാഷാ അല്ലാഹ്. അതുപോലെ അദ്ദേഹത്തിന്റെ പിതാവും സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇനിയും ഇത്തരം മഹത്തായ സംരംഭങ്ങളുടെ കൂടെ നിൽക്കണം. ഇത് വളരെ മനോഹരമായി ഇനിയും ഇത്തരം പരിപാടികളുടെ നടക്കണം. ബഹുമാന്യ സദസ്സിനോട് അവസാനമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെയുള്ള നല്ല നല്ല സദസ്സുകളിലൊക്കെ ആളുകൾ കുറഞ്ഞു വരുന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുറഞ്ഞ ആളുകൾ ഉള്ള ഇത്തരം നന്മയുടെ സംഗമങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് കഴിയണം. എവിടെയെല്ലാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കുറഞ്ഞ ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എവിടെയെല്ലാം നല്ലവരെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, ശാക്കിരീങ്ങളെ പറ്റി, അതേപോലെ നല്ല മനുഷ്യരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അവിടെയൊക്കെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഖലീലുൻ എന്ന പദമാണ്. വഖലീലുൻ മിൻ ഇബാദിയ ശുകൂർ. എന്റെ അടിമകളിൽ നന്ദി ബോധമുള്ളവർ വളരെ കുറവാണ്, നല്ല മനുഷ്യർ വളരെ കുറവാണ്. എന്നാലോ നേരെ വിപരീതം, എവിടെയൊക്കെ അല്ലാഹു മോശപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള പദം വഅക്സറുഹുൽ ഫാസിഖൂൻ. ജനങ്ങളിൽ അധിക പേരും തെമ്മാടികളാണ്, തിന്മയോടൊപ്പമാണ് അധിക പേരും ഉണ്ടാവുക. ആലോചിച്ച് നോക്കും, നമ്മൾ ഒരു ഗാനമേളയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സംഘടിപ്പിക്കപ്പെട്ടതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൂർണമെന്റ് ആണ് സംഘടിപ്പിക്കപ്പെട്ടതെങ്കിൽ 10,000 ഒരുമിച്ചുകൂടും, വലിയ പ്രചരണങ്ങളുടെ ആവശ്യം പോലും ഇല്ലാതെ. എന്നാൽ ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളിൽ എപ്പോഴും ഒരുമിച്ചുകൂടാൻ ആളുകൾ കുറവായിരിക്കും. ആ ന്യൂനപക്ഷത്തിന്റെ കൂടെ, ആ കുറഞ്ഞവരുടെ കൂടെയാകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നല്ല ഒരു സദസ്സ് കാണുമ്പോൾ ഇനിയും സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സമയത്തിന്റെ ദൗർലഭ്യം മാനിച്ചുകൊണ്ട് ഒന്നിരായ അബ്ദുൽ ഖാദർ സക്കാഫി ഉസ്താദ് എന്റെ നാട്ടുകാരനാണ്, ഞങ്ങൾ ഒരേ ജില്ലക്കാരാണ്. ഒന്നിരായ ഉസ്താദിന്റെ പ്രൗഢമായ പ്രഭാഷണം കൂടി വേദികൾ നടക്കാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വഴിമാറുന്നു. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങളുടെ ദുആകളിൽ ഈ ഉള്ളവൻ ഉണ്ടാകണമേ എന്ന സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നരായ സയ്യിദ് അവറുകൾക്ക് ആയുരാരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നരായ സയ്യിദ് അവറുകൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് വലിയ കൃതജ്ഞത നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.